ഏപ്രിൽ മാസത്തെ ഒന്നാമത്തെ CBI പരിപാടിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ CBI പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി 23/4/2026 വ്യാഴാഴ്ചയാണ്. സ്ക്രീൻ ടൈം നിയന്ത്രണത്തിന്റെ ശാസ്ത്രീയവും സാമൂഹികവുമായ പ്രാധാന്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് CBI പരിപാടി സംഘടിപ്പിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള നോട്ട് ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീമിലാണ് CBI പരിപാടി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത്. CBI പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഇവൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നാണ് കാണാൻ സാധിക്കുക. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ CBI എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ CBI പരിപാടി രേഖപ്പെടുത്തുന്നതിനുള്ള ഫോം ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നോ ഇവന്റ് ആഡഡ് എന്നായിരിക്കും കാണാൻ സാധിക്കുക. അതായത് നമ്മൾ ഈ മാസത്തെ ഒന്നാമത്തെ CBI ആണ് രേഖപ്പെടുത്തുന്നത്. ഇതുവരെ ഒരു CBIയും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതേ രീതിയിൽ നോ ഇവന്റ് ആഡഡ് എന്ന് കാണിക്കുന്നത്. CBIയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ നീല നിറത്തിൽ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു പേജിൽ ഡേറ്റ് എന്നതിന്റെ വലതുവശത്ത് കാണുന്ന കലണ്ടറിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് CBI പരിപാടിയുടെ തീയതി കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന സെലക്ട് തീം എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ തീമുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നും പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീം കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള തീയതിയും തീമും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതേ രീതിയിൽ ഒന്നാമത്തെ CBI പരിപാടിയുടെ തീയതിയും തീമും കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ CBI പരിപാടിയുടെ തീയതിയോ തീമോ തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ നമുക്കത് അന്നേ ദിവസം എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ വലതുവശത്ത് കാണുന്ന ഈ ഒരു പെൻസിലിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ നമ്മൾ CBI രേഖപ്പെടുത്തിയിട്ടുള്ള അന്നേ ദിവസം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. തൊട്ടടുത്ത ദിവസം മുതൽ നമുക്ക് CBIയുടെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഈ ഒരു പെൻസിലിന്റെ ചിഹ്നമോ ഇവിടെ കാണുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ രീതിയിലാണ് CBI പരിപാടിയുടെ വിവരങ്ങൾ നിങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത്. അടുത്തതായിട്ട് CBI പരിപാടിയുടെ വിശദമായിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്. സ്ക്രീൻ ടൈം നിയന്ത്രണത്തിന്റെ ശാസ്ത്രീയവും സാമൂഹികവുമായ പ്രാധാന്യം. ആധുനിക കാലഘട്ടത്തിൽ വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യജീവിതത്തിന്റെ സകല മേഖലകളെയും സ്വാധീനിച്ചിരിക്കുന്നു. ഈ മാറ്റം ഏറ്റവും കൂടുതൽ നിഴലിക്കുന്നത് നമ്മുടെ കുട്ടികളിലാണ്. സ്മാർട്ട് ഫോണുകളും ടെലിവിഷനും വിനോദത്തിനും അറിവിനുമുള്ള ഉപാധികളാണെങ്കിലും ഇവയുടെ അമിതമായ ഉപയോഗം കുട്ടികളുടെ സ്വാഭാവികമായ വളർച്ചാഘട്ടങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ തലച്ചോറിന്റെ ഭൂരിഭാഗം വികാസവും നടക്കുന്നത് ആദ്യത്തെ കുറച്ച് വർഷങ്ങളിലാണ്. ഈ സമയത്ത് ലഭിക്കേണ്ട നേരിട്ടുള്ള അനുഭവങ്ങൾക്കും സാമൂഹിക ഇടപെടലുകൾക്കും പകരമായി ഡിജിറ്റൽ സ്ക്രീനുകൾ മാറുമ്പോൾ അത് കുട്ടിയുടെ വൈജ്ഞാനികവും ശാരീരികവുമായ അടിത്തറയെ ദുർബലപ്പെടുത്തുന്നു. വെറും കാഴ്ചക്കാരനായി മാത്രം ഇരിക്കുന്നത് കുട്ടിയുടെ സർഗാത്മകയെയും ചിന്താശേഷിയെയും മന്ദീഭവിപ്പിക്കുകയും ലോകത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിനെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. ശാസ്ത്രീയമായി വിശകലനം ചെയ്യുമ്പോൾ സ്ക്രീനുകളിൽ നിന്നുള്ള അമിതമായ സ്റ്റിമുലേഷൻ കുട്ടികളുടെ തലച്ചോറിലെ രാസപ്രവർത്തനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ദൃശ്യങ്ങൾ വേഗത്തിൽ മാറുന്ന വീഡിയോകളും ഗെയിമുകളും തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ഹോർമോണിന്റെ അതിപ്രസരത്തിന് കാരണമാകുന്നു. ഇത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ ഒരു തരം ഡിജിറ്റൽ അടിമത്തം ഉണ്ടാക്കുകയും സ്ക്രീനില്ലാത്ത അവസ്ഥയിൽ അവർക്ക് അമിതമായ ദേഷ്യവും നിരാശയും അനുഭവപ്പെടാൻ ഇടയാക്കുകയും ചെയ്യുന്നു. കൂടാതെ സ്ക്രീനുകളിൽ നിന്നുള്ള നീല വെളിച്ചം ഉറക്കത്തെ നിയന്ത്രിക്കുന്ന മെലറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്നു. കൃത്യമായ ഉറക്കം ലഭിക്കാത്തത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെയും പഠന മികവിനെയും പ്രതികൂലമായി ബാധിക്കുന്നു. ശാരീരികമായി നോക്കിയാൽ ഓടിക്കളിക്കേണ്ട പ്രായത്തിൽ മണിക്കൂറുകളോളം ഒരേയിടത്ത് ഇരിക്കുന്നത് അമിതവണ്ണത്തിലേക്കും കാഴ്ച വൈകല്യങ്ങളിലേക്കും നയിക്കുന്നു എന്നത് ഗൗരവതരമായ വസ്തുതയാണ്. ഈയൊരു സാഹചര്യത്തിൽ രക്ഷിതാക്കളുടെ പങ്ക് നിർണായകമാണ്. കുട്ടികൾക്ക് സ്ക്രീൻ ടൈം നിയന്ത്രിക്കാൻ നിർദ്ദേശം നൽകുന്നതിലുപരി മാതാപിതാക്കൾ സ്വന്തം ജീവിതത്തിൽ ഡിജിറ്റൽ അച്ചടക്കം പാലിക്കുകയാണ് വേണ്ടത്. മാതാപിതാക്കൾ നിരന്തരം ഫോണിൽ മുഴുകിയിരിക്കുന്നത് കാണുന്ന കുട്ടികൾ സ്വാഭാവികമായും ആ ശീലം അനുകരിക്കും. വീടിനുള്ളിൽ ഡിജിറ്റൽ ഫ്രീ സോണുകൾ നിശ്ചയിക്കുന്നതും ഭക്ഷണസമയത്തും ഉറങ്ങുന്നതിന് മുൻപും ഫോണുകൾ ഒഴിവാക്കുന്നതും ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഡിജിറ്റൽ ലോകത്തിന് ബദലായി കുട്ടികളെ വായനയിലേക്കും കായിക വിനോദങ്ങളിലേക്കും കലകളിലേക്കും നയിക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. കുട്ടികളുമായി നേരിട്ട് സംസാരിക്കാനും അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനും സമയം കണ്ടെത്തുന്നത് അവരുടെ ഭാഷാ വികാസത്തിനും വൈകാരിക സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ്. ആധുനിക ലോകത്ത് വിവരസാങ്കേതികവിദ്യയുടെ വളർച്ച വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. എന്നാൽ വിരൽത്തുമ്പിലെ ഈ അദ്ഭുത ലോകം നമ്മുടെ കുട്ടികളുടെ സ്വാഭാവിക വളർച്ചയെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുന്നു എന്നത് ഗൗരവകരമായ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. മൊബൈൽ ഫോണുകളുടെയും ടെലിവിഷന്റെയും അമിത ഉപയോഗം കുട്ടികളുടെ ശാരീരിക, മാനസിക, സാമൂഹിക വികാസത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് ശാസ്ത്രീയമായി വിശകലനം ചെയ്യാം. ശാസ്ത്രീയ വിശകലനം. തലച്ചോറിന്റെ ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങൾ
മനുഷ്യന്റെ തലച്ചോറിന്റെ 90% വികസിക്കുന്നത് 5 വയസ്സിനുള്ളിലാണ്. ഈ ഘട്ടത്തിൽ സ്ക്രീനുകൾ നൽകുന്ന സ്വാധീനം അതീവ ഗുരുതരമാണ്. ഗ്രേ മാറ്ററിലെ കുറവ്. ദീർഘനേരം സ്ക്രീൻ ഉപയോഗിക്കുന്ന കുട്ടികളുടെ തലച്ചോറിലെ ഗ്രേ മാറ്റർ കുറയുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് ആസൂത്രണം ചെയ്യാനും വികാരങ്ങളെ നിയന്ത്രിക്കാനുമുള്ള കഴിവിനെ ബാധിക്കുന്നു. ഭാഷാ വികാസം. സംസാരശേഷി വികസിക്കേണ്ട പ്രായത്തിൽ കുട്ടികൾ സ്ക്രീനിൽ മാത്രം നോക്കിയിരിക്കുന്നത് മറ്റുള്ളവരുമായുള്ള ആശയവിനിമയം ഇല്ലാതാക്കുന്നു. ഇത് വെർബൽ ഇന്റലിജൻസ് കുറയാൻ കാരണമാകുന്നു. ഡിജിറ്റൽ ഡിമെൻഷ്യ. വിവരങ്ങൾ ഓർത്തിരിക്കാനുള്ള കഴിവിനെ സാങ്കേതികവിദ്യയോടുള്ള അമിത ആശ്രിതത്വം നശിപ്പിക്കുന്നു. ഇതിനെയാണ് ശാസ്ത്രലോകം ഡിജിറ്റൽ ഡിമെൻഷ്യ എന്ന് വിളിക്കുന്നത്. 2. ശാരീരിക പ്രത്യാഘാതങ്ങൾ. സ്ക്രീൻ ഉപയോഗം കുട്ടികളെ ഒരു പ്രത്യേക സ്ഥലത്ത് തളച്ചിടുന്നു. ഇതിന്റെ ഫലങ്ങൾ താഴെ പറയുന്നവയാണ്. മെറ്റബോളിസം കുറയുന്നു. ശാരീരിക അധ്വാനം ഇല്ലാത്തതിനാൽ കുട്ടികളിൽ ടൈപ്പ് 2, പ്രമേഹം, അമിതവണ്ണം എന്നിവ വർദ്ധിക്കുന്നു. ഉറക്കമില്ലായ്മ അഥവാ സ്ലീപ്പ് ഡെപ്രിവേഷൻ. നീല വെളിച്ചം കണ്ണിലെ റെറ്റിനയിൽ പതിക്കുമ്പോൾ മെലറ്റോണിൻ എന്ന ഉറക്ക ഹോർമോൺ ഉത്പാദനം നിലക്കുന്നു. ഇത് കുട്ടികളിൽ വിട്ടുമാറാത്ത ക്ഷീണത്തിനും അസ്വസ്ഥതക്കും കാരണമാകുന്നു. അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ. നിരന്തരമായി കുനിഞ്ഞിരുന്ന് ഫോൺ ഉപയോഗിക്കുന്നത് ടാക്സ് നെക്ക് എന്ന അവസ്ഥയിലേക്കും നട്ടെല്ലിന്റെ വളവിലേക്കും നയിക്കുന്നു. മാനസികവും വൈകാരികവുമായ വെല്ലുവിളികൾ. ഡിജിറ്റൽ ലോകത്തെ ദൃശ്യങ്ങൾ കുട്ടികളിൽ മിഥ്യാധാരണകൾ സൃഷ്ടിക്കുന്നു. അമിതമായ ദേഷ്യം അഥവാ വെർച്വൽ ഓട്ടിസം ഓർ ഇറിറ്റബിലിറ്റി. ഫോൺ മാറ്റിവെക്കാൻ ആവശ്യപ്പെടുമ്പോൾ കുട്ടികൾ അമിതമായി ദേഷ്യപ്പെടുന്നത് ഡോപ്പമിൻ വിത്ഡ്രോവൽ മൂലമാണ്. ലഹരി വസ്തുക്കൾ കിട്ടാത്ത അവസ്ഥയ്ക്ക് സമാനമാണിത്. സഹാനുഭൂതിയുടെ കുറവ്. നേരിട്ടുള്ള സാമൂഹിക ഇടപെടലുകൾ കുറയുന്നതോടെ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി കുട്ടികളിൽ ഇല്ലാതാകുന്നു. ശ്രദ്ധാകേന്ദ്രീകരണം അഥവാ ADHD ലക്ഷണങ്ങൾ. സ്ക്രീനിലെ വേഗത്തിലുള്ള ദൃശ്യമാറ്റങ്ങൾ ശീലിച്ച കുട്ടികൾക്ക് ക്ലാസ് മുറിയിലെ അധ്യാപനത്തിലോ പുസ്തക വായനയിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമായിരിക്കും. 4. രക്ഷിതാക്കളുടെയും കുടുംബത്തിന്റെയും പങ്ക്. കുട്ടികൾ സ്ക്രീനിന് അടിമയാകുന്നതിൽ രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. ഇത് തിരുത്താൻ താഴെ പറയുന്നവ പ്രാവർത്തികമാക്കാം. ഡിജിറ്റൽ ഡിറ്റോക്സ്. ആഴ്ചയിലൊരിക്കൽ വീട്ടിലെ എല്ലാവരും ഫോൺ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കി ഒന്നിച്ചിരിക്കുക. ക്വാളിറ്റി ടൈം. കുട്ടികളോട് സംസാരിക്കാനും അവർക്കൊപ്പം കളിക്കാനും സമയം കണ്ടെത്തുക. മാതാപിതാക്കൾ ഫോണിൽ നോക്കിയിരുന്ന് കുട്ടികളോട് പഠിക്കാൻ പറയുന്നത് ഫലവത്താകില്ല. സ്ക്രീൻ ടൈം നിയമങ്ങൾ. അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് പോലെ 2 വയസ്സിന് താഴെ സ്ക്രീൻ പാടില്ല. 2 മുതൽ 5 വയസ്സ് വരെ പരമാവധി 1 മണിക്കൂർ എന്നിങ്ങനെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുക. സമൂഹത്തിനും ഈ വിഷയത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. കുട്ടികൾക്ക് സുരക്ഷിതമായി കളിക്കാനും ഒത്തുചേരാനുമുള്ള പൊതുവിടങ്ങൾ ഇല്ലാതാകുന്നത് അവരെ വീടിനുള്ളിലെ സ്ക്രീനുകളിലേക്ക് തളച്ചിടാൻ കാരണമാകുന്നു. പ്രാദേശിക കൂട്ടായ്മകളും ക്ലബ്ബുകളും കുട്ടികൾക്കായി കായിക മത്സരങ്ങളും വിജ്ഞാനപ്രദമായ ക്യാമ്പുകളും സംഘടിപ്പിക്കേണ്ടതുണ്ട്. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് കുട്ടികളെ ശാസ്ത്രീയമായി പഠിപ്പിക്കുകയും വേണം. ഒരു കുട്ടി വളരുന്നത് ഒരു സമൂഹത്തിന്റെ മുഴുവൻ തണലിലായതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ലഹരിയിൽ നിന്ന് വരുംതലമുറയെ മോചിപ്പിക്കാൻ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. സാങ്കേതികവിദ്യയെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോഴും അതിന് അടിമപ്പെടാതെ പ്രകൃതിയോടും മനുഷ്യരോടും ചേർന്ന് വളരാനുള്ള സാഹചര്യം കുട്ടികൾക്ക് ഒരുക്കി നൽകുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്.